ശക്തമായ മഴയിൽ തിരുവനന്തപുരം വർക്കലയിൽ കുന്നുകൾ ഇടിഞ്ഞു വീണു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. 30ഓളം മീറ്ററോളം കുന്നിടിഞ്ഞു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ മഴക്കാലത്തും അല്ലെങ്കിൽ ഈ മഴയുടെ ആരംഭത്തിൽ തന്നെ വർക്കലയിൽ ഇത്തരം കുന്നിടിച്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുന്ന് ഇടിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന് കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ അതീവ പാരിസ്ഥിതിക ലോല പ്രദേശമാണ് ഈ വർക്കലയിലെ പാപനാശം ബീച്ചിനോട് ചേർന്നുള്ള ഈ കുന്നുകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 30 മുതൽ 40 വരെ മീറ്റർ ഉയരത്തിലാണ് ഈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധി റിസോർട്ടുകളും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇത്തരം ഒരു പ്രദേശമാണ്, ആ പ്രദേശത്താണ് ഈ കുന്നുകൾ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം 30 മീറ്ററോളം തന്നെ താഴേക്ക് കുന്നുകൾ ഇടിഞ്ഞു വീണു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. അതായത് ഈ പ്രദേശത്ത് കൂടി വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ പ്രഭാത സവാരിക്ക് എത്തുന്നവരുമായിട്ടുള്ള നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗം. അത്തരത്തിലൊരു സ്ഥലത്താണ് ഈ കുന്നുകൾ ഇടിഞ്ഞു വീണത്. വലിയ ദുരന്തം ഒഴിവായി പോയി എന്നതാണ് ഇപ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, അതായത് ഈ അനധികൃത നിർമ്മാണങ്ങൾ ഈ പ്രദേശത്ത് തകൃതിയായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ നിരവധി തവണ ചെയ്യുകയും ചെയ്തതാണ്. ആ പ്രദേശത്ത് കൂടിയാണ് ഈ കുന്നുകൾ ഇടിഞ്ഞു വീണത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ കുന്നുകളോട് ചേർന്ന് അനധികൃത നിർമ്മാണങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ റിസോർട്ടുകളിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും മറ്റുമായി ഈ കുന്നുകൾ തുറന്ന് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതായും അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങുന്നതിന്, അതായത് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി സ്റ്റെപ്പുകൾ അടക്കം നിർമ്മിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റിസോർട്ട് ഉടമകളുടെയൊക്കെ നേതൃത്വത്തിൽ. മാത്രമല്ല, ബീച്ചുകളോട് ചേർന്ന് ആ കുന്നുകളോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്ത് റിസോർട്ടുകൾ സ്ഥാപിക്കുകയും അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തി സ്വിമ്മിംഗ് പൂൾ അടക്കം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ കുന്ന് ഇടിഞ്ഞ് വീണ് ഇപ്പോൾ ഇത്രയും ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ നിന്നുള്ള വിവരങ്ങളും അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ ഒരു ആപത്താണ് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ നിരവധി നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കുന്നിടിച്ചലിന് കാരണമായി വിലയിരുത്തുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് വിമർശനങ്ങൾ പൊതുവെ ഉയരുന്നത്. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ മാത്രമായിട്ടാണ് നഗരസഭ അധികൃതർ. അത് തന്നെയാണ്, കൃത്യമായ സംവിധാനമില്ലെങ്കിൽ ആളപായം പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണിത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.